എൻ്റെ പേര് ഡാർവിൻ ബെറോ. ഞാൻ കുവൈറ്റിൽ നിന്ന് എത്തിയതാണ്. ഈ സിനിമയിൽ ചെറിയൊരു ഭാഗവാക്കാണ്. എങ്കിൽ കൂടി എനിക്ക് കഥയെക്കുറിച്ചൊന്നും അറിയില്ല. സാറിനോട് ഡയറക്ടർ ഒരു ചോദ്യം, ഡയറക്റ്റ് ആയിരിക്കണം ഉത്തരം. ഇത് 2 വർഷം മുമ്പാണ് ഈ സിനിമ തുടങ്ങിയെന്ന് പറഞ്ഞു. എന്നാൽ ഇന്നത്തെ ആനുകാലിക സമകാലിക പ്രശ്നങ്ങളൊന്നുമില്ലാതെ 2 ദിവസം അഭിനയിക്കാൻ കൊണ്ടുവന്ന ഹരിഹരൻ സാറിന് ഇതിന്റെ നല്ലൊരു മുഖ്യ ഒരു വേഷം നൽകിക്കൊണ്ട് ഈ പടം ഫ്യൂച്ചറിലേക്ക് ഈ രീതിയിൽ തന്നെ ഇന്നത്തെ ആനുകാലിക പ്രശ്നങ്ങൾ എന്താണെന്ന് ഇവിടുത്തെ മീഡിയസിന് അറിയാം. ആ ആനുകാലിക ദൈനംദിന പ്രശ്നങ്ങളോ സാമൂഹിക അനീതി അല്ലെങ്കിൽ നീതികേട് ഇല്ലായ്മ ഒന്നുമില്ലാത്ത ക്യാരക്ടേഴ്സിനെ നിർത്തിക്കൊണ്ട് സാർ മുൻകൂർ പ്ലാൻ ചെയ്തതാണോ ഈ ചിത്രം? അല്ല, മുൻകൂർ പ്ലാൻ ചെയ്തതല്ല. സാഹചര്യത്തിന് അനുസരിച്ചാണ് ഇതിന്റെ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഹരിഹരൻ സാർ ഇപ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു, ഒരു സീനും കൂടെ നമുക്ക് ആഡ് ചെയ്യണം, ഞാൻ ഇനിയും അഭിനയിക്കാൻ തയ്യാറാണെന്നാണ് ഇപ്പൊ പറഞ്ഞത്. എന്ത് സീൻ വേണമെങ്കിലും നമുക്ക് ഒരു കോംപ്രമൈസും വേണ്ട, ഒരു പൈസയും വേണ്ട, ഞാൻ അഭിനയിക്കാം. അഡീഷണൽ കുറച്ച് 2 സീൻ കൂടെ ആഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യാം. അത് ഈ ആദിവാസികൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും, മിനിസ്റ്ററോട് എന്തൊക്കെ പറയാൻ കഴിയും, അവരുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് എന്ത് പരിഹാരം കണ്ടെത്താൻ കഴിയും, അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ കഴിയുമെന്നുള്ളത് പൊതുജനങ്ങളോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് എന്ത് സീനുകൾ ആഡ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ കഴിയും എന്നാണ് അദ്ദേഹം ചോദിച്ചത്. പക്ഷേ അതിന്റെ പ്രായോഗികമായ ബുദ്ധിമുട്ട് എന്നുള്ളത് സെൻസറിങ് കഴിഞ്ഞൊരു പടമാണ്. അതിനുശേഷം സെൻസറിങ്ങിന് ശേഷം ഇത് അഡീഷണൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഷൂട്ട് ചെയ്തിട്ട് വീണ്ടും ഒരു റിവൈസിങ് കമ്മിറ്റിക്കിട്ട് ആ ഭാഗം ആഡ് ചെയ്തിട്ട് വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എങ്കിൽ കൂടിയും ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം പറഞ്ഞ ഒരു സീൻ, അത് വളരെ മസ്റ്റായിട്ടുള്ള സീനാണ്. അതിന്റെ അതേപോലെ ഇടയ്ക്ക് നമ്മൾ വിട്ടുപോയ 2 സീൻ ഉണ്ടായിരുന്നു. അത് സാധാരണ പ്രാവശ്യം കോഴിക്കോട് വന്നപ്പോൾ നമ്മൾ അത് ഷൂട്ട് ചെയ്തു. ആ സീൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രം മരിച്ചുപോയതിനു ശേഷം അദ്ദേഹത്തിന്റെ വൈഫ് ഒരു കഥാപാത്രമുണ്ട്. അവര് സഹായം അഭ്യർത്ഥിക്കുന്നത്, ആദ്യം മുഖ്യമന്ത്രിയുടെയും പല ആൾക്കാരുടെയും സഹായം അഭ്യർത്ഥിച്ചിട്ട് ഒരു രീതിയിൽ സഹായം കിട്ടാതെ വരുമ്പോൾ അദ്ദേഹം ഹരിഹരൻ സാറിനെ ഫോണിൽ കൂടെ വിളിക്കുന്ന ഒരു സീനുണ്ട്. അതിമനോഹരമായ രീതിയിൽ സാറ് കൈകാര്യം ചെയ്തു. ഞാൻ പോലും ഞെട്ടിപ്പോയി. അത് ഫീമെയിലിന്റെ അവരുടെ ഒരു ഫോൺ കട്ടിലൂടെ പുള്ളി കാണിച്ച റിയാക്ഷൻ, അത് സിനിമ കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ മനസ്സിലാവും. അവരുടെ വേദന ഉൾക്കൊണ്ടുകൊണ്ട് ഏത് രീതിയിൽ സഹായിക്കാൻ കഴിയും, ഞാൻ എന്നെ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്യും, ഡൺ ഡൺ ഡോണ്ട് വെറി എന്ന് പറയുന്ന ഒരു സീനുണ്ട്. അത് നമ്മളെ കണ്ണ് നനയിക്കുന്ന ഒരു സീനാണ് സാധനം എടുത്തേക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ അതിന് കണ്ടിന്യൂറ്റി ആയിട്ട് അതിന്റെ ഡ്രസ്സ് പോലും ഇപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ആ കണ്ടിന്യൂറ്റി ഡ്രസ്സ്, അതാണ് അതിനോടുള്ള കമ്മിറ്റ്മെന്റ് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സീൻ നമുക്ക് ഞാൻ അതിനുശേഷം മിനിസ്റ്ററുമായിട്ട് സംസാരിക്കുന്ന ഒരു ഷോട്ട് കൂടി എടുക്കാൻ ഒക്കുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം ചോദിച്ചത്. കണ്ടിന്യൂറ്റി ഡ്രസ്സുമായിട്ട് ഞാൻ പോലും അറിയാത്തൊരു ചിന്തിക്കാത്ത ഒരു സബ്ജക്റ്റാണ്. അദ്ദേഹത്തിന്റെ വലിയ മനസ്സിന് ഞാൻ അങ്ങേയറ്റം അഗൈതമായ നന്ദിയും ഉദാഹരണയും അറിയിക്കുന്നു. പിന്നെ ഈ പടം ഞാൻ പറഞ്ഞത് 25 ലക്ഷത്തിന് തുടങ്ങിയ പടം ഒരുപാട് പേരുടെ സഹായവും സഹകരണവും ഉണ്ടായിട്ടുണ്ട്. പല കഷ്ടപ്പാടുകളും ധീരമായ തീരുമാനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തമ്പുരാൻ ചിട്ടി ഫണ്ടിന്റെ ഉടമസ്ഥൻ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു വിളക്കൊളുത്താൻ വേണ്ടി വന്ന് അദ്ദേഹത്തിന്റെ തലയിലേക്ക് ഞാനത് വെച്ചു കൊടുത്തു. അദ്ദേഹം ചിരിച്ചുകൊണ്ടാണെങ്കിലും എന്നെ ചീത്ത പറഞ്ഞിട്ടാണെങ്കിലും പിണങ്ങിയാണെങ്കിലും ഇണങ്ങിയാണെങ്കിലും ഈ പടം പഷ്കോപ്പിയാക്കാൻ എന്നോടൊപ്പം നിന്നു. അതിനുശേഷം ഞങ്ങൾ പിണങ്ങി പിന്നെയും പിണങ്ങി, ഇപ്പോഴും പിണങ്ങി തന്നെയാണ് നിൽക്കുന്നത്. എങ്കിൽ തന്നെ പല രീതിയിലാണെങ്കിൽ പടം റിലീസ് ചെയ്യാനുള്ള ഒരു ധീരമായ തീരുമാനമെടുത്തതിന് അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഈ ചിത്രം നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ റിലീസ് ചെയ്യാൻ കഴിയും, നല്ല രീതിയിൽ ഓടും എന്നാണ് എൻ്റെ വിശ്വാസം. പ്രശ്നമല്ല, അത് വേണ്ട. അവിടെ ഇപ്പൊ എന്റെ ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞാൽ, ഡയറക്ടർ ഇത് ഇപ്പം ഹരിഹരൻ സാറ് ഞാനും ബോംബെയില് ഇത് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് വീണ്ടും പോകാൻ പറ്റുമോ ഇല്ലെന്നോ. ഇപ്പൊ ഇവിടെ വെച്ചിട്ട് ഡയറക്ടർ അതിനെപ്പറ്റി പറഞ്ഞു. ഇപ്പം നിങ്ങളുടെ ഉദ്ദേശം, താങ്കളുടെ ഉദ്ദേശം എന്താണ്? ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് ഇവിടെ അറിയേണ്ടത്. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ഷൂട്ട് അദ്ദേഹം പറയുന്നത് ഒരു ദിവസത്തെ വർക്കേ ഉള്ളൂ.
ഒരു ദിവസം തന്നെയല്ല, 6 ദിവസത്തെ വർക്കാണ്. അതിന് താങ്കൾ തയ്യാറാണോ? അത് കറക്റ്റായിട്ട് ചെയ്ത് ഇതിനെ പൂരിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് ഇവിടെ വെച്ച് പറയാം. ഹരിഹരൻ സാറ് റെഡിയാണ്, പ്രൊഡ്യൂസർ റെഡിയാണെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് പ്രായോഗികമായി ബുദ്ധിമുട്ട്? അത് ആ പടത്തിന്റെ നല്ലതിന് വേണ്ടിയാണ് ഹരിഹരൻ സാറ് പറഞ്ഞതെങ്കിൽ നമുക്കത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്നതിനോ അത് ആഡ് ചെയ്യുന്നതിനോ, ഒരു പടം ഇത്രയും തീർത്ത് നമുക്ക് ഈ അവസ്ഥയിൽ കൊണ്ടുവരാമെങ്കിൽ 1 ദിവസം 2 ദിവസം ഷൂട്ട് ചെയ്ത് ആഡ് ചെയ്യുന്നതിനും റിവൈസിങ് സെൻസറിങ് ചെയ്യുന്നതും പ്രശ്നമേ അല്ല. പറയുന്ന ദിവസത്തിൽ നമുക്ക് റിലീസ് ചെയ്യാനും പ്രായോഗികമായ ബുദ്ധിമുട്ടില്ല. നിങ്ങൾ രണ്ടുപേരും ബില്ലിംഗ് ആണെങ്കിൽ ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ നാളെ തന്നെ ആ സീൻ ഷൂട്ട് ചെയ്യും. ഓക്കെ, നാളെ അദ്ദേഹം 12 മണിക്ക് ഫ്ലൈറ്റാണ്. ഇന്ന് ഇത് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് നീട്ടിക്കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല, ഇവിടെ ചുരുക്കമാണ്. ബാക്കിയും ചില ആൾക്കാർ സംസാരിക്കാറുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ സമയത്ത് അറിയിച്ചോളുന്നു.